സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി വനിതകൾക്ക് കെഎസ്ആർടിസി ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഇന്ദിരാ പ്രിയദർശിനി പദ്ധതിയുടെ ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മുണ്ടക്കയത്ത് നടന്നു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പൂഞ്ഞാറമ്മലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസിന്റെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന MNRG സ്കീം, അതായത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം പറയുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ഇത് കൊടുത്തതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത്. അടിസ്ഥാനപരമായി ഇവിടെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 2000-3000 രൂപ വരെ സാധാരണക്കാരുടെ സ്ത്രീകൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാന മേഖലകളിലുള്ള ആളുകളെ അവരെ സാമ്പത്തികമായി എംപവർ ചെയ്യുക, അവരെ ബലപ്പെടുത്തുന്ന വലിയൊരു പദ്ധതിയാണ് VD സതീശൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സർക്കാർ നടപ്പാക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. പല സ്ഥലത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. കുറച്ച് സമയം താമസിക്കുകയും ചെയ്തു. തീർച്ചയായും ഇത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നേതാക്കളായ അസീസ് ബെഡായിൽ, അറത്തൽ ഷാജി, സിജു കൈതമറ്റം, അൻസാരി, അഡ്വക്കേറ്റ് PG രാജ്, റോയി കപിലുമാക്കൽ, ബെന്നി ചേറ്റുകുഴി, നൌഷാദ് ഇല്ലിക്കൽ, B ജയചന്ദ്രൻ, TT സാബു, ഷാജി തട്ടാമ്പറമ്പിൽ, ഷമീർ കൂരിപ്പാറ എന്നിവരും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനിമോൾ തടത്തിൽ, VT അയൂബ് ഖാൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.